ഫ്രെയിമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ ഇതിൽ ഒരു ചെറിയ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് അത് അളവിനനുസരിച്ച് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള വലുപ്പത്തിലായിട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. അതിന് വലുപ്പത്തിനനുസരിച്ചാണ് ഞാൻ ഫ്രെയിം എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിന് പാകത്തിലുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് അതിന് പെയിൻ്റ് അടിക്കണം. പിന്നെ അതിന് ഫാബ്രിക്കിൻ്റെ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കാണെങ്കിൽ ഏത് കളറും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് പിന്നെ വേണ്ടത് ഈ ഫ്രെയിമിൻ്റെ ഒരു ബ്ലാക്ക് കളർ വരുമ്പോഴായിരിക്കും ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഇഷ്ടമുള്ളത്. പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് കളർ രണ്ട് സൈഡിലൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും വേഗം പോയി സബ്സ്ക്രൈബ് ലൈക്ക് അടിച്ച് ചെയ്തിട്ട് വാ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ പേപ്പർ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. ഒന്ന് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിന് പാകമുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. നമുക്ക് കുറച്ച് പശ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതിന്മേൽ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കറക്റ്റ് സൈസിന് വേണം വെക്കാൻ. സൈസ് എങ്ങാനും കൂടിപ്പോയാൽ നമുക്ക് ആ സൈസൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഫ്രെയിം ഉണ്ടാകുന്ന അതിൽ ഇതാ പശ തേക്കാൻ കേട്ടോ. എല്ലാവർക്കും കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. അതെല്ലാം ആകണം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിക്ചറിൽ ഞാൻ ഓൾറെഡി മുന്നേ വരച്ച് വെച്ചതാണ്. പൂച്ചയുടെ പിക്ചറാണ് കേട്ടോ. എനിക്ക് ഈ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ വിടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാനൊരു ചെറിയ പീസ് കാർഡ്ബോർഡും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾക്കൊരു വൈറ്റ് പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്യാൻ കേട്ടോ. നമ്മളത് പശയിട്ടിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാസ്റ്റിക് ടൈമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പരിപാടി നമ്മുടെ ഫ്രെയിമിന് ശരിക്കും നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രെയിമിങ്ങനെ ഇതിൽ നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ